ഹായ്, നമസ്കാരം. നിറക്കുടുക്കയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചെറുതും മനോഹരവുമായ കഥ കേൾക്കാം. ഈച്ചയും പൂച്ചയും. അതാണ് ഇന്നത്തെ കഥയുടെ പേര്. ഒരു ചെറിയ ഈച്ചയുടെ ഒരു ചെറിയ ആഗ്രഹം, അത് നിറവേറ്റാൻ ശ്രമിക്കുന്ന ഒരു നല്ല കൂട്ടുകാരൻ. പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു? നമുക്ക് അത് കണ്ട് തന്നെ അറിയാം. ഒരിടത്തൊരിടത്ത് ഒരു ഈച്ചയും ഒരു പൂച്ചയും ഉണ്ടായിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. പരസ്പരം സഹായിച്ചുകൊണ്ട് സന്തോഷമായി ജീവിച്ചു. ഒരു ദിവസം ഈച്ചയ്ക്ക് കഞ്ഞി കുടിക്കണമെന്ന വല്ലാത്ത മോഹം. അപ്പോൾ പൂച്ച പറഞ്ഞു, ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തരാം. കഞ്ഞി ഞാൻ വയ്ക്കാം, നീ ഇവിടെ കാത്തിരുന്നോളൂ. പൂച്ച കഞ്ഞി വയ്ക്കാൻ തുടങ്ങി. ഈച്ച ഇടയ്ക്കിടെ അടുക്കളയിലേക്ക് പറന്ന് ചെന്ന് ചോദിക്കും, കഞ്ഞി വെന്തോ കൂട്ടുകാരാ? പൂച്ച ചിരിച്ചുകൊണ്ട് പറയും, ഇനിയും ആയിട്ടില്ല കൂട്ടുകാരാ, നീ അവിടെ പോയിരിക്കൂ, കഞ്ഞി വെന്താൽ ഞാൻ വിളിക്കാം. ഇങ്ങനെ പല തവണ ഈച്ച വന്നും പോയും ഇരുന്നു. ഒടുവിൽ പൂച്ച വിളിച്ചു, കൂട്ടുകാരാ വന്നോളൂ, ദാ കഞ്ഞി തയ്യാർ. ഈച്ച വേഗം പറന്നെത്തി. പൂച്ച പറഞ്ഞു, ഇപ്പോൾ കഞ്ഞിക്ക് ഭയങ്കര ചൂടാണ്, ഞാൻ പ്ലാവില എടുത്തു വരാം. അതുവരെ നീ ക്ഷമയോടെ ഇവിടെ തന്നെ ഇരിക്കണം. വേവുവോളം ക്ഷമിക്കാമെങ്കിൽ ആറുവോളം ക്ഷമിച്ചൂടെ? അങ്ങനെ പൂച്ച പ്ലാവില എടുക്കാൻ പോയി. അതേസമയം കഞ്ഞിയുടെ മണം വന്നപ്പോൾ ഈച്ചയ്ക്ക് കൊതി സഹിക്കാൻ കഴിഞ്ഞില്ല. അത് പാത്രത്തിന് ചുറ്റും മൂളിക്കൊണ്ട് പറന്നു. പെട്ടെന്ന് കൊതിമൂത്ത ഈച്ച കഞ്ഞിയുടെ മുകളിലൂടെ പറന്നു. കഞ്ഞിയിൽ നിന്നുയർന്ന നീരാവിയിൽ തട്ടി അത് ചൂടുള്ള കഞ്ഞിയിലേക്ക് വീണു. പൂച്ച പ്ലാവിലയുമായി വന്നപ്പോൾ ഈച്ച കഞ്ഞിയിൽ വീണ് മരിച്ചു കിടക്കുന്നു. പൂച്ച വിഷമത്തോടെ പറഞ്ഞു, ശോ, കഷ്ടമായി പോയല്ലോ, എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ വന്നല്ലോ. എന്താണിതിൻ്റെ ഗുണപാഠം? ക്ഷമയില്ലെങ്കിൽ അപകടം ഉറപ്പ്. അതുകൊണ്ട് നമുക്കെല്ലായ്പ്പോഴും ക്ഷമയുള്ളവരാകണം. വേവുവോളം ക്ഷമിക്കാമെങ്കിൽ ആറുവോളം ക്ഷമിച്ചൂടെ? ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനിയും ഇത്തരത്തിലുള്ള നല്ല കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, സന്തോഷം, ഒത്തിരി ഒത്തിരി സ്നേഹം.